പോളണ്ടിലേക്ക് 2020-25 സ്റ്റഡീസിനായി പോകുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട വിസ പ്രോസസിംഗ് ചേഞ്ചസിനെ കുറിച്ചാണ് ഈ വീഡിയോ. ജൂലൈ 1 മുതൽ ന്യൂ റൂൾ എൻഫോഴ്സ് ആവുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് നാവ അണ്ടറിലുള്ള സിരാന ആപ്ലിക്കേഷൻ വഴി ഡോക്യുമെന്റ്സ് റെക്കഗ്നേഷൻ ചെയ്യണം. ഇത് ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും ബാധകമാണ്. സിരാന ആപ്ലിക്കേഷൻ വഴി ഡോക്യുമെന്റ്സ് റെക്കഗ്നേഷൻ ചെയ്യാൻ 60 ഡേയ്സ് ആവശ്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ജൂലൈ 1 റൂൾ എൻഫോഴ്സ് ആവുന്നത്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് നാവയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ പ്രോസസ്സ് ഫ്രീ ഓഫ് ചാർജ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് MEA ചെയ്യണമെന്ന് നിർബന്ധമല്ല. ക്ലിയർ സ്കാൻ കോപ്പി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജൂൺ 23 മുമ്പ് നിങ്ങൾ നോസ്റ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോസ്റ്റിഫിക്കേഷന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ റൂള് ബാധകമല്ല. അതുപോലെ തന്നെ മാസ്റ്റർ സ്റ്റുഡൻസ് അവരുടെ യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ, ട്യൂഷൻ ഫീ പേയ്മെന്റ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരും ഈ റൂളിൽ നിന്ന് എക്സിമിറ്റഡ് ആണ്. ഇത് ജൂലൈ 1 മുതലുള്ള വിസ പ്രോസസിംഗ് ചേഞ്ച് ആണ്. ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിഷനിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ചേഞ്ചസും അതുപോലെ തന്നെ വിസ പ്രോസസിംഗിലെ ചേഞ്ചസിന് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എംപയറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതാണ് പോളണ്ടിലേക്ക് 2020-25 പോകുന്ന സ്റ്റുഡൻസിന് വന്നിട്ടുള്ള ന്യൂ റൂള്.